നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചേമ്പലത്തോരനാണ് കേട്ടോ. പണ്ട് വയലറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടിലിങ്ങനെ ഒരു നാരുണ്ട്. ഇതിങ്ങനെ ഒടിച്ച് കളയണം. അതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ ഈ തൊലിയില്ലേ, ഈ തണ്ട് ആദ്യം അരിഞ്ഞ് മാറ്റി വയ്ക്കും. തണ്ടരിഞ്ഞതാണേ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇനി ഇലരിയേ, ഇലയിലല്ല തണ്ടിലെ. അരയ്ക്കാനുള്ള തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരി മുളകാണ് ഇത് തേക്കുന്നത്, വെളുത്തുള്ളി. കാന്താരി മുളക് ഞാൻ 4 എടുത്ത്, എനിക്കിത്തിരി കാന്താരി മുളക് കിട്ടിയുണ്ട്, അത് വെച്ച് അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത്രയാണ്. പിന്നെ തേങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം ഇലയും ഇതും ചൂടാകുമ്പോഴത്തേക്കും അധികം കാണത്തില്ല, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തേങ്ങ എടുത്തിട്ടുള്ളൂ. ഉണക്കമുളക് ഇട്ട് കൊടുത്തു. ചേമ്പും തണ്ട് ആദ്യം ഇടുന്നത് ചേമ്പും തണ്ടാണ്. അത് ഇച്ചിരി വേവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചേമ്പും തണ്ട് ഇടുന്നത്. ശകലം ഉപ്പിട്ട് കൊടുക്കണേ. ഇനി ഉപ്പിടാൻ ഇല ഇരിക്കുകയില്ല, അതുകൊണ്ട് ശകലം ഉപ്പ് ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയെ തണ്ട് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇല ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടത് ഉള്ളതുകൊണ്ട് ഇതിന് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇല ഉണ്ടോ, പെട്ടെന്ന് വാടി. പിഞ്ചിലയായിരുന്നു, ഒരുപാട് മുറ്റിയ ഇലയല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇല അങ്ങ് വാടിയത്. അതുകൊണ്ടാണ് തണ്ട് ഞാൻ ആദ്യമേ വേവിക്കാൻ വെച്ചത്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് അരച്ചത് അത്രയും ഞാൻ ഇട്ടില്ലേ, വരത്തില്ല, അതുകൊണ്ട് അത്രയും ഇട്ടില്ല. നല്ല മണം വരുന്നു. ഈ ചേമ്പല ഞാനിവിടെ നട്ടു വളർത്തിയതാണ്. എനിക്കൊരു വിത്ത് കിട്ടി, അത് ഞാനൊരു പൊട്ടിയ ബക്കറ്റിൽ വെച്ച് നട്ടു വളർത്തിയതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാത്തപ്പോൾ അതിൽ നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ എടുത്ത് തോരനും കറിക്കൊക്കെ എടുക്കും. ചേമ്പ് വിത്ത് നട്ടതിന് ശേഷം ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന രണ്ടാമത്തെ ഇലയാണിത്. 2 പ്രാവശ്യം, ആദ്യത്തെ ഒരു പ്രാവശ്യം തോരൻ വെച്ച്, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിൽ നിന്നൊക്കെ തോരൻ വയ്ക്കുന്നത്. ആദ്യമായിട്ടല്ല, 2 പ്രാവശ്യമായി. നല്ലതാണ്, നല്ല രുചിയൊക്കെ ഉണ്ട്. തോരൻ ആയി എന്ത് ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം. ഇത്രയേ ഉള്ളൂ, വെന്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ ഇത് കണക്കുള്ള വിത്ത് കിട്ടുമ്പോൾ നട്ട് വളർത്തി നമുക്കൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഇതിന് ഇല വെച്ച് നമുക്കൊരു തോരനാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.